ഹലോ ഗൈസ്, ജോയൽ ഫാമിലിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ പോകുന്നത്, ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവർ ഇഷ്ടംപോലെ പേര് ഇപ്പോൾ ന്യൂസിലാൻഡിലുണ്ട്. പക്ഷെ പലരും ലൈസൻസ് എടുക്കാതിരിക്കുകയാണ്. അങ്ങനെ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾ ന്യൂസിലാൻഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് മസ്റ്റായിട്ടും ഒരു ആവശ്യ ഘടകമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കൂടുതൽ പേര് നിൽക്കുന്നത്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുപോലെ ഇവിടുത്തെ ന്യൂസിലാൻഡ് ലൈസൻസ് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. ഒരു വർഷം വരെ ഓടിക്കാമെന്നും പറഞ്ഞ് ആരും ലൈസൻസ് ഭയങ്കര പാടാ എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ലൈസൻസ് മസ്റ്റായിട്ടും എടുക്കണം. അപ്പോൾ ലൈസൻസ് എടുക്കുന്നതിൻ്റെ ആദ്യ കടമ, അപ്പം ചിലവർക്കല്ല ഇതൊക്കെ അറിയാം, ഓൾറെഡി എടുത്തവർക്ക് അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരിക്കും. അപ്പോൾ അതുപോലെയാണ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യമാണ് മെയിനായിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. 3 കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ന്യൂസിലാൻഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ന്യൂസിലാൻഡിലെ ലൈസൻസ് എടുക്കാൻ എസ്പെഷ്യലി എല്ലാവർക്കും കുറച്ച് പാടാണ്. ഫുൾ ലൈസൻസ്, അതായത് ഇന്ത്യൻ ലൈസൻസ് ഇല്ലാത്തവർക്ക് ഫുൾ ലൈസൻസ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ പോയി ഇവിടുത്തെ റൂൾസും പഠിച്ചൊക്കെ ആകും. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതല്ല പറയുന്നത്, നമ്മുടെ ഓവർസീസ് ലൈസൻസ്, അതായത് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് എങ്ങനെ നമുക്കിവിടെ ന്യൂസിലാൻഡ് ലൈസൻസിലോട്ട് കൺവേർഷൻ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യം. ഒന്ന്, നിങ്ങൾ സ്റ്റഡി ചെയ്യുക, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞ് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുക. രണ്ടാമത്തത്, ഇത് എങ്ങനെ കൺവേർഷൻ നമുക്ക് ഒരു AS സ്റ്റേഷനിലോ VTNSലോ പോയി ഇത് എങ്ങനെ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. മൂന്നാമതുള്ളത്, നമ്മുടെ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഓടിച്ച്, അതായത് റോഡ് ടെസ്റ്റ് പോലെ ഓടിച്ച് പാസ്സാവുക എന്നുള്ളതാണ്. സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ ന്യൂസിലാൻഡ് റൂൾ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു AS സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ ഒരു $20 വൗച്ചർ കാർഡ് നമുക്ക് കിട്ടും. ഈ വൗച്ചർ കാർഡ് മേടിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 95% ക്വസ്റ്റ്യനും ഇത് തന്നെ ആയിരിക്കും വരുന്നത്. അതിൻ്റെ ബാക്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നിങ്ങളുടെ ഇമെയിൽ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ എഴുതുന്ന പോലെ തന്നെ പഠിക്കാവുന്നതാണ്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്നതിന് ടെസ്റ്റ് ഫെയിലാവാതിരിക്കാനും കൂടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ടെസ്റ്റിന് നമുക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 35-ൽ 32 മാർക്കാണ് വേണ്ടത്. അങ്ങനെ എഴുതി എടുക്കുവാണെങ്കിൽ നിങ്ങൾ ലേണേഴ്സ് പാസ്സായി കഴിഞ്ഞു. ഇനി ലേണേഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു ചെല്ലേണ്ടതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് കൺവേർഷൻ ഓഫ് ഓവർസീസ് ഡ്രൈവിംഗ് ലൈസൻസ് DL5. അത് നിങ്ങൾക്ക് ഒരു AS സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് നമ്മുടെ ഡീറ്റെയിലും നമ്മുടെ ഇപ്പം ന്യൂസിലാൻഡിലെ അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ കോംപ്ലിക്കേഷനും ഇല്ല. ആകെ എല്ലാവർക്കും ഡൗട്ട് ആവുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് ലൈസൻസ് ആർ യു അപ്ലൈയിങ് ഫോർ? അതായത് നമ്മൾ ക്ലാസ് 1 ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് ലേണറും അല്ല, റെസ്ട്രിക്റ്റഡും അല്ല, നമ്മുടെ ഫുൾ ലൈസൻസ് ആണ് എടുക്കുന്നത്. ഇത്രയുള്ള ഈ ഫോം മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്ന കാര്യം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് കൺവേർഷനാണ്. ലൈസൻസ് ആണ് നമ്മൾ കൺവേർഷൻ ചെയ്യുന്നത് എങ്കിൽ അത് പരിവാഹനിൽ പോയി നമ്മുടെ ലേണേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അത് പരിവാഹനിയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ വരണം. പരിവാഹനിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് എടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വിടാം. അപ്പോൾ അത് അറിയാവുന്നവർ അത് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം കണ്ടാൽ മതി. പരിവാഹൻ എങ്ങനെ എടുക്കുന്നതെന്ന് ഇനി ഞാൻ ഇടാൻ പോകുന്നത്. പരിവാഹൻ എന്ന് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പരിവാഹൻ്റെ സൈറ്റ് വരും. അവിടെ പരിവാഹൻ സേവയിൽ കയറുക. അതിൽ കയറി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ കഴിയും ഡ്രൈവർ ലൈസൻസ് എന്നുള്ള അതിൽ ഓപ്ഷനിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്റ്റേറ്റാണോ ആ സ്റ്റേറ്റിൽ നിന്ന് എടുത്ത ലൈസൻസ് കൊടുക്കുക. അവിടെ ഞാനിവിടെ എൻ്റെ ലൈസൻസ് കേരളയിൽ നിന്ന് എടുത്തുകൊണ്ട് കേരള കൊടുക്കുന്നു. കേരള കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം DL എക്സ്ട്രാക്റ്റ് എന്നുള്ളത്. DL എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽ എല്ലാം ചോദിക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പേജ് വരും. ആ പേജാണ് നമുക്ക് അവിടെ കൊണ്ടുപോകേണ്ടത്. അത് എൻ്റെതായതുകൊണ്ട് ഞാൻ ബ്ലർ ഇതിൽ വച്ചിരിക്കുകയാണ്. സ്നാപ്പ് ടൂളിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്തോ കൊണ്ടുപോകേണ്ടതാണ്. വാഹൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ ഫോമും ഇപ്പം നിങ്ങളുടെ പരിവാഹൻ്റെ ഫോമും നമ്മുടെ പാസ്പോർട്ടും ഇന്ത്യൻ ലൈസൻസും
എല്ലാം കൊണ്ട് AA സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലേണേഴ്സ് എഴുതാൻ പറ്റും. ലേണേഴ്സിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് $145. ലേണേഴ്സ് നിങ്ങൾക്ക് 35-32 മാർക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ലേണേഴ്സ് പാസ്സായി. അടുത്തത് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അതിൻ്റെ സൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ആ സൈറ്റിൽ കയറി നമുക്കൊരു ടെമ്പററി ലൈസൻസ് കാർഡ് അന്നേരം കിട്ടും. ലൈസൻസ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ടെസ്റ്റിനുള്ള ഇത് കിട്ടും. ഇപ്പം നിലവിൽ ഈ സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഇവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട, അല്ല ഡോളർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, തികച്ചും ഫ്രീ ആണ്. അപ്പോൾ ഈ 3 കാര്യം, അത് റോഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ഡ്രൈവിംഗ് ടെമ്പററി ആദ്യമേ തരും. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടുന്നത് ആയിരിക്കും.